വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ +2 മാത്സ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ ഗുണനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗുണനം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ സംഖ്യകൾ ഗുണിക്കുന്ന അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഭിന്നസംഖ്യയുടെ കാര്യത്തിലും ഗുണിക്കുന്നത്. അതേ തത്വം തന്നെയാണ്. നമുക്കറിയാം ഗുണനം എന്ന് പറഞ്ഞാൽ അഡീഷൻ്റെ അഥവാ സങ്കലനത്തിൻ്റെ ഒരു വികസിത രൂപമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതേ അപ്ലിക്കേഷൻ, അതേ തത്വം തന്നെയാണ് ഇതിൽ പ്രയോഗിക്കുന്നത്. എന്തിന് കൂട്ടുന്ന ഈ ഗുണനത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന്. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഞാൻ മാതള നാരങ്ങ വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എന്താണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എന്താണ് വെച്ചിരിക്കുന്നത്? 2 മാതള നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഈ 2 നാരങ്ങ 3 പ്രാവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 2 ഒരു പ്രാവശ്യം വെച്ചു അല്ലേ? ഇപ്പോൾ ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 നാരങ്ങ 2 പ്രാവശ്യം വെച്ചു. ഞാൻ ഒരു പ്രാവശ്യം വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തായിരിക്കും കാണുന്നത്? 2 നാരങ്ങ 3 പ്രാവശ്യം വെച്ചു അല്ലേ? 2 നാരങ്ങ 3 പ്രാവശ്യം വെച്ചാൽ എത്ര കേട്ടാ? 2 × 3 അല്ലേ? 6 നാരങ്ങ. ഇത് സത്യമാണല്ലോ. ഇതേ തത്വം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മറ്റൊരു ഭിന്നസംഖ്യയെ ഒരു പൂർണ്ണസംഖ്യയെ കൊണ്ട് ഗുണിക്കുന്നതിനെ നോക്കാം. ഇതേ തത്വം നിങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മതി. അത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത് 1/8 ഒരു കഷ്ണമാണ് ഇത്. ഇതെത്രയാണ്? ഒരു ആപ്പിളിനെ 8 കഷ്ണമാക്കുകയാണെങ്കിൽ ഒരു കഷ്ണം ഇത്ര വലിപ്പമാണ് ഉണ്ടായിരിക്കുക എങ്കിൽ ഇതിനെ നിങ്ങൾ എന്തെന്ന് വിളിക്കുക? 1/8. ഇതുപോലെ 2 കഷ്ണത്തെ എന്ന് വിളിക്കുക? 2/8. അപ്പോൾ 2/8. ഈ 2/8ന് ഞാൻ 2 പ്രാവശ്യം ഇവിടെ വയ്ക്കുകയാണെങ്കിൽ കണ്ടോ, 2/8ൻ്റെ 2 കഷ്ണങ്ങൾ 2 പ്രാവശ്യം വെച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് വീണ്ടും ഒരു പ്രാവശ്യം വെച്ചിരിക്കുന്നു. അപ്പോൾ 2/8 ഞാൻ എത്ര പ്രാവശ്യം എടുത്തു? 3 പ്രാവശ്യം എടുത്തു. അപ്പോൾ അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 പ്രാവശ്യം എടുത്താൽ 2/8 ആണ്. 3 പ്രാവശ്യം എടുക്കുമ്പോൾ 3 കൊണ്ട് ഗുണിച്ച ഉത്തരം കിട്ടും അല്ലേ? അപ്പോൾ 3 × 2/8 നമുക്കറിയാം. ഇതിൽ നമുക്ക് 2 എത്ര കഷ്ണം ഉണ്ടത്? ഒരു കഷ്ണം. നിങ്ങൾക്ക് 8 ഇതിൽ ഛേദം കാണണ്ട. ഇതിൽ നോക്കി കാണും ഇല്ലേ? എണ്ണം കാണാം, ഒരെണ്ണം. അപ്പോൾ 2/8 നിൽക്കൽ 2 കാണാം അല്ലേ? 2 എണ്ണം കാണാം, പക്ഷേ 8 കാണില്ല. അപ്പോൾ 2/8 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നത് എന്താ? 2 ആണ് അല്ലേ? ഈ 2 കഷ്ണം ഞാൻ 3 പ്രാവശ്യം എടുത്താൽ എത്ര കഷ്ണമാവും? 3 2 അല്ലേ? 3 2 അല്ലേ വരിക? 3 2 കഷ്ണം ഉണ്ടാവും, അഥവാ 6 കഷ്ണം അല്ലേ? 6. അപ്പോൾ ആകെ ഉണ്ടാവുന്ന കഷ്ണങ്ങളുടെ എണ്ണം 6 കഷ്ണമായിരിക്കും. അതിൽ ആ 6 കഷ്ണങ്ങളും ഭിന്നസംഖ്യ ആയതുകൊണ്ട് ഒരു കഷ്ണമായതുകൊണ്ട് എന്തും വലുപ്പം കൂടി എഴുതണം അല്ലേ? വലുപ്പത്തിന് 8ൻ്റെ ഇതിലുണ്ടാകുന്ന വലുപ്പത്തിലായിരുന്നു. 1/8 കഷ്ണമായിരുന്നു. അപ്പോൾ 3 പ്രാവശ്യം എടുക്കുമ്പോൾ എത്ര കഷ്ണം? 8 എന്തിൻ്റെ കഷ്ണം ഉണ്ടാവുക? 1/8 തന്നെയല്ലേ? അപ്പോൾ ഛേദത്തിന് തന്നെയായിരിക്കും 8 തന്നെ അല്ലേ? ഛേദത്തിന് മാറ്റം വരുന്നില്ല അല്ലേ? ഇത് ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചത് ഇപ്പോൾ ഇതിൻ്റെ കഷ്ണം അങ്ങനെ തന്നെ ഇരുന്ന് വലുതാവോ ചെറുതാവോ ഒന്നും ചെയ്യില്ല ഇല്ലല്ലോ. അപ്പോൾ കഷ്ണത്തിന് വലിപ്പം സെയിം ആയതുകൊണ്ട് തന്നെ ഒരു ഇത്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാം. എന്തെന്നറിയാം? അതായത് ഏത് തമ്മിൽ ഗുണിച്ചാൽ മതി? ഇവ തമ്മിൽ ഗുണിക്കുക അല്ലേ? ഇത് ഗുണിച്ചതാണ് ഇവിടെ ഉത്തരം വരുന്നത് 3 × 2 അല്ലേ? അടിയിൽ ഈ ഛേദം. അപ്പോൾ ഇത് രണ്ടും ഗുണിച്ചതാണ്. ഇത് രണ്ടും ഗുണിച്ചത് ഇവിടേക്ക് വരും, ഇത് ഇവിടേക്ക് വരും അല്ലേ? അപ്പോൾ ഉത്തരമായി 6/8 അല്ലേ? അപ്പോൾ ഇതിന് എന്താ മനസ്സിലാക്കുന്നത്? 1/8ൻ്റെ 6 കഷ്ണം. അതായത് ഏതൊക്കെ തമ്മിൽ ഗുണിച്ചാൽ മതി? അംശത്തെ പിന്നെ പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെ വോൾ നമ്പർ കൊണ്ട് ഗുണിച്ചിട്ട് അടിയിലെന്തെഴുതുക? ഛേദം ഒരു പ്രാവശ്യം എടുത്തെഴുതിയാൽ ഉത്തരം ആയി എന്ന് വെച്ചാൽ മറ്റൊരിടത്തിൽ പറയുന്നത് ജനറലായിട്ട് നമുക്കൊരു ഫോർമുല പറയുകയാണെങ്കിൽ എക്സ് എന്നത് കൊണ്ട് a/b എന്ന ഒരു ഫ്രാക്ഷനാണ് അല്ലേ? ഗുണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? x × a. ഇവ തമ്മിൽ ഗുണിക്കുക അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ഇവിടെ എടുത്ത് എഴുതുക അല്ലേ? b. ഇതായിരിക്കും sin θ × sin θ × cos θ tan θ എന്നാണെങ്കിൽ എന്തായിരിക്കും ഇതിന് ഉത്തരം വരുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? sin θ × cos θ tan θ. മനസ്സിലായോ? ഉത്തരമായില്ലേ?
സെയിം പ്രിൻസിപ്പിൾ ഈസ് അപ്ലൈഡ് ഹിയർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുല, മനസ്സിലായില്ലോ? ഇതാണ് ഇത് എന്ത്, ഒരു പൂർണ്ണസംഖ്യ കൊണ്ട് ഒരു ഭിന്നസംഖ്യയെ ഗുണിക്കുന്നതിനുള്ള സൂത്രം. മനസ്സിലായ? അംശത്തെ പൂർണ്ണസംഖ്യ ഗുണിച്ച് ചേർത്തെടുത്ത് എഴുതാം. അത്രയുള്ളൂ, സിമ്പിൾ. അടുത്തതായിട്ട് നമുക്ക് ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ഗുണിക്കാം? എങ്ങനെയാണ് ഗുണിച്ചത്? ആ, അടുത്തായിട്ട് നമ്മൾ ഗുണിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻ ഇൻറ്റു ഫ്രാക്ഷൻ. അത് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പഠിച്ചത് വല്ലതും? ഫ്രാക്ഷനിൽ ഗുണിക്കുക എങ്ങനെയാണ്? അതായത് അര ഇൻറ്റു അര ഉത്തരം എത്രയാ? അര ഇൻറ്റു അര എത്രയാ? 1. അര ഇൻറ്റു അര 1 നിങ്ങൾക്ക് ഇതിടെ പറഞ്ഞു, നമുക്ക് നോക്കാം. അര ഇൻറ്റു, നിങ്ങളുടെ ഉത്തരപ്രകാരം അര ഇൻറ്റു അര 1. യെസ്, അരയും കൂട്ടിയാൽ 1 അല്ലേ? അര പ്ലസ് അര എത്രയാ? അരയും കൂട്ടിയാൽ 1 അല്ലേ? അരയും കൂടുമ്പോൾ 1 അല്ലേ? അരയും കൂടുമ്പോൾ 1. അതൊരു സംശയമില്ലാത്തതാ അല്ലേ? ഒരു അരക്കഷ്ണം, ഒരു 2 അരക്കഷ്ണം കൂടി ചേർന്നാൽ 1. പക്ഷെ അര ഇൻറ്റു അരപ്പോൾ കൂട്ടിയാലും കുടിച്ചാലും ഒരു ഉത്തരമാണോ? 3 + 3 എന്ന് പറഞ്ഞാൽ 9 അല്ല 6. 3 × 3 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ ഇത് അര ഇൻറ്റു അരയും കൂട്ടുന്ന 1 അര ഇൻറ്റു അര അങ്ങനെയും വരാം. അപ്പോൾ വേറൊരു ആൻസർ എത്ര? 1 ആൻസർ ഇതാണ്. അടുത്ത ആൻസർ 1/2. ഇതൊരു ആൻസർ. വിച്ച് ആൻസർ ഈസ് ദ കറക്റ്റ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ബിഫോർ അസ്. ഏത് ചോദ്യമാണ് ഇതിൽ ഉത്തരമാണ് ശരി എന്നാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. ഏതായിരിക്കും നിങ്ങളുടെ ഇത് പ്രകാരം? ഇത് 2 ശരിയാണോ എന്ന് നോക്കാം. അത് നോക്കാം. ഇത് അര ഇൻറ്റു അരയാണോ എന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് ലോജിക്കലായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ അപ്പോൾ ആ തക്കാളി ഒന്ന് നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. ആ തക്കാളി ഒന്ന് എടുത്ത് ആൻസർ, ഹൗ ടു ഫൈൻഡ് ഔട്ട് ആൻസർ എന്നുള്ള എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക? നമ്മൾ ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ മുഴുവൻ സംഖ്യകളെ അഥവാ പൂർണ്ണസംഖ്യകളെ ഗുണിക്കാൻ പഠിച്ചിട്ടുള്ളത്, അതേ തത്വം അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും. വി ആർ ഗോയിങ് ടു ഇൻവെൻറ്റ്. നോക്കാം. വി ആർ ഗോയിങ് ടു ഇൻവെൻറ്റ് ഇറ്റ്. നമ്മൾ സ്വയം അത് കണ്ടുപിടിക്കാം. നമ്മുടെ അറിവ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാം. ഇപ്പം നോക്കുക, ഇതിപ്പോൾ ഞാനിപ്പോൾ നോക്കുക, 2 ഒരു എത്ര വെക്കേണ്ടി നോക്കുക. 2 ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 2 3 പ്രാവശ്യം, 2 4 പ്രാവശ്യം അല്ലേ? ഇപ്പോൾ ഇതിൽ ഞാൻ 2 എത്ര പ്രാവശ്യം വെച്ചു? ഓക്കെ, യു ആർ റൈറ്റ്. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാണ്. അതിൽ യാതൊരു വല്ല ഇതുപോലെ ഇല്ല അല്ലേ? ഇത് മാജിക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ സത്യമാണത്. ഞാൻ 2 എന്നുള്ളത് 4 പ്രാവശ്യം വെച്ചു. അപ്പോൾ 4 × 2 എന്നാണ് പറയുക എന്നുള്ളത് അല്ലേ? അതെത്രയാ? 8. സംശയമില്ലല്ലോ. ദെൻ ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം എടുത്ത് വെച്ചു. ഇപ്പോൾ നമ്മൾ ഇതിൽ 2 ഒരു പ്രാവശ്യമുണ്ട്, 2 ഒരു പ്രാവശ്യമുണ്ട്, 2 ഒരു പ്രാവശ്യമുണ്ട്. 2 ഇപ്പോൾ ഇതിൽ നോക്കുക. ഇപ്പോൾ 2 എത്ര പ്രാവശ്യമുണ്ട്? ഇപ്പോൾ എത്ര പ്രാവശ്യമുണ്ട്? ഇപ്പോൾ എത്ര പ്രാവശ്യമുണ്ട്? 2 എത്ര പ്രാവശ്യം വെച്ചു? അപ്പോൾ ഇതിൻ്റെ ഉത്തരം 2 3 പ്രാവശ്യം കണ്ടിക്കുക 6 അല്ലേ? ഇത് ശരിയല്ലേ? ഇനി നോക്കുക, നമ്മൾ നോക്കുക. ഇപ്പോൾ 2 എത്ര പ്രാവശ്യം വെച്ചു? ഇതിപ്പോൾ എത്ര പ്രാവശ്യം വെച്ചു? എത്രയുണ്ട് അത്? 2 പ്രാവശ്യം. ഇതൊക്കെ ശരിയല്ലേ? ഓക്കെ. അടുത്തത് 2 ഇപ്പം എത്രയാ? 2 ഒരു പ്രാവശ്യം അല്ലേ? 2 ഒരു പ്രാവശ്യം ആണ് എടുത്ത്. 2 പ്രാവശ്യം 4, 2 ഒരു പ്രാവശ്യം. അപ്പം എത്രയാ? 2 അല്ലേ? 4 പ്രാവശ്യം എടുത്താൽ 2 അല്ല, 2 4 പ്രാവശ്യം എടുത്താൽ 8, 2 3 പ്രാവശ്യം എടുത്താൽ 6, 2 പ്രാവശ്യം എടുത്താൽ 2. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം എടുക്കുന്തോറും കുറഞ്ഞു വരിക കൂടുവരിക ചെയ്യുന്നത്, കുറയും തോറും ടോട്ടല്
കുറഞ്ഞു വരും. അത് സംശയമില്ലല്ലോ, കണ്ടാലേ നിങ്ങൾ, അത് സംശയമില്ല. ഇനി ഇതിൻ്റെ അർത്ഥം 2 4 പ്രാവശ്യം എടുക്കുക എന്നാണ്. ഇത് 2, അപ്പോൾ 2ൻ്റെ ഒരു ഭാഗം 4 പ്രാവശ്യം എടുക്കുക. 2ൻ്റെ ഒരു ഭാഗം 2ൻ്റെ ഒരു ഭാഗം ഓക്കെ. അത് സംശയമില്ലല്ലോ. ഒന്നുകൂടിയും പറയാം, കുഴപ്പമുണ്ടോ പറഞ്ഞുകൊണ്ട്? ക്ഷീണം വരുമോ? ഇല്ല. ഓക്കെ, ഒന്ന് എനർജൈസ് ചെയ്തും ഇല്ലേ പറയുമ്പോൾ 2x4 എന്ന് പറഞ്ഞാൽ 2 എന്ന ഭാഗം 2ൻ്റെ ഭാഗം 4 പ്രാവശ്യം എടുക്കുക. 2x3 പറഞ്ഞാൽ 2ൻ്റെ ഭാഗം 2x2 എന്ന് പറഞ്ഞാൽ 2x എന്ന് പറഞ്ഞാൽ ഇനി 2x1/2 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഇത് അര പ്രാവശ്യം എടുക്കുക അല്ലേ. അപ്പോൾ 2x1/2 എന്ന് പറഞ്ഞാൽ 2 എന്നുള്ളത് അര പ്രാവശ്യം എടുക്കുക അല്ലേ. ഇത് അത്രയും നമ്മൾ കണ്ടുപിടിച്ചു ഇല്ലേ. അരയെ ഗുണിക്കുമ്പോൾ എന്താ ഗുണിക്കേണ്ടത്? പൂർണ്ണസംഖ്യയും അംശം ഗുണിക്കുക. 2/2 അത് 1 അല്ലേ കിട്ടുക, ശരിയല്ലേ? 2 അര ഇത് 2 ഒരു പ്രാവശ്യമായത് അല്ലേ. ഇപ്പോഴും അര പ്രാവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ 2 2 അര പ്രാവശ്യമല്ലേ ഉള്ളൂ ഇതല്ലേ. 2 അര ഭാഗം എടുക്കാൻ വെച്ചാൽ ഇത് 2 എണ്ണമായിരുന്നു. ഇതിപ്പോൾ ഒരു പ്രാവശ്യം എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കണം. ഇതിപ്പോൾ എന്താ അര പ്രാവശ്യം എടുക്കണമെങ്കിൽ ഇതിപ്പോൾ 2 ആക്കുക, അതിലൊരു പ്രാവശ്യം എടുക്കുക അല്ലേ. അപ്പോൾ 2x1 1, 2x1 എത്രയാ 1, അതായത് 2ൻ്റെ പകുതിയാണ് വരിക അല്ലേ. 2 അര ഭാഗം എടുക്കാൻ പറഞ്ഞെങ്കിൽ ഒരു ഇത് പറഞ്ഞിട്ട് ഒരു അപ്പം തന്നിട്ട് ഒരു ആപ്പിൾ തന്നിട്ട് ഒരു ആപ്പിള് മനസ്സിലായില്ലോ. ഇത് സംശയമൊന്നുമില്ല. ഈ സാർ കറക്റ്റ് അല്ലേ. ഇത് വേണേൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം, ക്വിക്കായിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, ഇത് അപ്പോൾ ഇതിവിടെ നോക്കുക. 2 എന്ന് വെച്ചാൽ ഈ 2നെ 2 ഭാഗം വെച്ച് ഒരു ഭാഗം എടുത്ത പോലെ അര ഭാഗം എടുക്കാൻ വെച്ചാൽ 2 ഭാഗം വെച്ച് അര ഭാഗം എടുക്കാന്നല്ലേ. അപ്പോൾ 2x1/2 എന്ന് പറഞ്ഞാൽ 2നെ 2 ഭാഗം വെച്ച് ഒരു ഭാഗം എടുക്കുക. ദെൻ ഇപ്പോൾ 2 അങ്ങനെയാണെങ്കിൽ 2 ഇപ്പോൾ നോക്ക് 3x1/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? അര 3 പ്രാവശ്യം ഭാഗം എടുക്കുക അല്ലേ. അര 3 വെച്ചാലും അര കഷ്ണം 3 പ്രാവശ്യം വരുമ്പോൾ 3/2 അല്ലേ 3/2 അല്ലേ 3/2 അല്ലല്ലേ 3 അതെ. ഇനി 2x1/2 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? 2 അര പ്രാവശ്യം എടുക്കുക അല്ലേ. അപ്പോൾ 2/1 എന്ന് പറഞ്ഞാൽ 1x1/2 അല്ലേ. അര ഒരു പ്രാവശ്യം എടുത്താൽ അര ഒരു പ്രാവശ്യം എടുത്താൽ അരയാണെങ്കിൽ 2x1 അല്ല 1/2 ഒന്നായിരിക്കും. അര ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ എത്രയാ അല്ലേ. അര എന്നുള്ളൊരു കഷ്ണം ഇരിക്കേണ്ടി അതൊരു പ്രാവശ്യം എടുത്താൽ അര പ്രാവശ്യം എടുക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? എത്ര വരിക? അരയെ 2 ഭാഗം വെച്ച് ഒരു ഭാഗം എടുക്കുക അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്. നേരത്തെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അരയെ 2 ഭാഗം വെച്ച് ഒരു ഭാഗം എത്രയാ? കാലല്ലേ. അത് ഒരു പ്രാവശ്യം എടുക്കല്ലേ. 2 ഭാഗം വെച്ച് ഒരു പ്രാവശ്യം എടുക്കല്ലേ. അപ്പോൾ എത്രയാ വരിക? 1/4. അപ്പോൾ അര ഇൻറ്റു അര എന്ന് പറഞ്ഞത് 1 ആണോ അരയാണോ കാലാണോ? നിങ്ങൾ പറഞ്ഞ ആൻസർ ഒരാൾ പറഞ്ഞത് 1, ഒരാൾ പറഞ്ഞത് അര, ഞാൻ പറഞ്ഞത് നമ്മൾ എത്തിച്ചേർന്നത് കാല്. ഇതിലേതാ ശരി? വിച്ച് ഇസ് കറക്റ്റ്? വിച്ച് വൺ ഈസ് കറക്റ്റ്? കാല് കറക്റ്റ് അല്ലേ? എനി ഡൗട്ട്? നോ. അര ഇൻറ്റു അര പ്രാവശ്യം എടുക്കുക എന്നുള്ളതാണ്. അര പ്രാവശ്യം എടുത്താൽ എത്ര കിട്ടുക? കാല് ശത്തല്ലേ. സംശയമൊന്നുമില്ലല്ലോ. ഇത് കണ്ടല്ലേ നിങ്ങൾ? അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് നമുക്കറിയില്ല. അര ഇൻറ്റു അര എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച മാത്തമാറ്റിക്സ് പ്രോപ്പറായി നിങ്ങൾക്കറിയാവുന്ന അതേ കാര്യം വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് അല്ല. ഞാൻ പുതിയതായിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലേ? അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് എന്താ കാണിച്ചെന്ന്? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ അപ്ലൈ ചെയ്തപ്പോൾ എന്തെന്ന് കിട്ടി? അര ഇൻറ്റു അര. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കുന്നു എന്നതിനേക്കാളപ്പുറം എങ്ങനെ പഠിക്കുന്നു, എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ ജീവിതത്തിൽ വി കാനോട്ട് അപ്ലൈ ഇറ്റ്. ഇതിന് അപ്ലിക്കേഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങളെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ പഠിക്കണം. എന്നാലേ
അര ഇൻറ്റു അര കാല്, അര പ്രാവശ്യം എടുക്കുക. അല്ല, മനസ്സിലായ? അപ്പോൾ അര എന്ന കഷ്ണത്തിൽ 2 കഷ്ണമാക്കുമ്പോൾ എന്താ ഛേദം 2 4 അതിലൊരു കഷ്ണം എടുക്കുമ്പോൾ 1/4 അല്ലേ? അപ്പോൾ ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യുക, ഇതിന് 2 ഭാഗമാക്കണമെങ്കിൽ എത്ര, 2നെ 2 ഭാഗം വയ്ക്കണം അല്ലേ? അപ്പോൾ 4 ഇല്ല, 4 അത് ഒരു കഷ്ണം എടുക്കും അല്ലേ? ഇത് 2 കഷ്ണം, ഒരു കഷ്ണം, അങ്ങനത്തെ എത്ര കഷ്ണം? ഒരു കഷ്ണം എടുക്കണ്ടേ? 2 ഭാഗം വയ്ക്കുമ്പോൾ ഒരു കഷ്ണം എത്രയാവും? 1/4 അല്ലേ? അതിലൊരു കഷ്ണം എടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് കാലല്ല ഉത്തരം വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് 1/2 ഇൻറ്റു 1/2 അല്ലേ? ഇത് നമ്മൾ ഗുണിക്കുക. കണ്ട 2 2 എത്ര? 2നെ 2 ആക്കി വായിക്കുക. ഇതല്ലേ, 2നെ 2 ആക്കി വായിക്കണം. 2 കഷ്ണത്തെ അല്ലേ? 1/2 കഷ്ണമല്ലേ ഇവിടെ അല്ലേ? അപ്പോൾ അതിനെ 2 ആക്കി വായിക്കുമ്പോൾ പിന്നെ എത്ര കഷ്ണമാവും? 2 ഇൻറ്റു 2 ഛേദം വരിക അല്ലേ? ആ ഛേദത്തിൽ എത്ര ഭാഗം എടുക്കണം? എണ്ണ എടുക്കണം. മൂളിൽ എത്ര എണ്ണ എടുക്കണം എന്ന് പറയാം അല്ലേ? 2 ആക്കി വായിച്ച് എത്ര കഷ്ണം എടുക്കുക? ഒരു കഷ്ണം എടുക്കുക. അപ്പോൾ 1/1 അഥവാ സമം 1/4 എന്ന് കിട്ടും. അതായത് ഇപ്പോൾ തമ്മിൽ ഗുണിച്ച് ഇത് ഗുണിച്ചെഴുതുക, അംശങ്ങൾ ഗുണിച്ചെഴുതുക, ഛേദങ്ങൾ ഗുണിച്ചെഴുതുക. ശരിയായില്ലേ? നോക്കിയേ, നമുക്ക് നോക്കാം, വേറെ നോക്കാം. അംശങ്ങൾ ഗുണിച്ചെഴുതുക, ഛേദങ്ങൾ ഗുണിച്ചെഴുതുക. ശരിയായില്ലേ? ഓക്കെ. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ഇപ്പം നോക്കുക, നമുക്ക് ഇത് നിങ്ങൾ ഇപ്പോൾ എന്താ കാണുന്നത്? ഇപ്പോൾ ഒരു തക്കാളി ഇവിടെ കാണുന്നില്ലേ? തക്കാളി ഒരു കാണുന്നുണ്ട് അല്ലേ? ഈ തക്കാളിയെ ഞാൻ നമുക്ക് നോക്കുക 2 ആയി മുറിക്കാൻ പോവുകയാണ്. 2 ആയിട്ടല്ല, 3 ആക്കി മുറിക്കാം. ഇതിനെ ഞാൻ 3 ആക്കി മുറിക്കാം. എന്ത് ചെയ്യാൻ പോണത്? 3 ആക്കി മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കുക, നിങ്ങൾ കണ്ട ഒരു തക്കാളി ആയിരുന്നു, അതിപ്പോൾ എത്ര കഷ്ണമായി? തുല്യം 3 കഷ്ണങ്ങളായി വന്നു അല്ലേ? നിങ്ങൾ കണ്ടുല്ലോ, നിന്റെ കൺമുമ്പിൽ വെച്ചാൽ മുറിച്ചത്. അപ്പോൾ എത്ര? ഇതിൽ ഓരോ കഷ്ണത്തിൽ എന്താ പറയുക? 1/2. ഓക്കെ, 1/3. ഇപ്പം എന്താണത്? ഇതിൻ്റെ ഈ ഒരു വലുപ്പം അല്ലേ? 3 ആക്കി മുറിക്കുകയാണെങ്കിൽ ഒരു കഷ്ണത്തിൻ്റെ വലുപ്പം തന്നെ 1/3, 2 എണ്ണമെങ്കിൽ 2/3, 3 എണ്ണത്തെ 3/3, 4 ഇതുപോലത്തെ 4 എണ്ണം കിട്ടുകയാണെങ്കിൽ 4/3, ഇതുപോലത്തെ 5 എണ്ണം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒരെണ്ണത്തേക്കാൾ 3 എണ്ണം ചേർന്ന് തന്നെ ഒരെണ്ണായി. അപ്പം പിന്നെ 5/3 പറഞ്ഞാൽ കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഒരു 5/3 എന്ന് പറഞ്ഞാൽ മുറിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൽ മാറ്റി, ഇതിപ്പോൾ നിങ്ങൾ ആ മഞ്ഞ പ്ലേറ്റ് എത്രയാണ് കാണുന്നത്? 2/3. 2/3. ഓക്കെ. ഇനി ഇപ്പോൾ ഇതിൽ കാണുന്നത് 2/3 അല്ലേ? 2/3. ഇനി ഇതിൻ്റെ 1/4 ഭാഗം എടുക്കാൻ പറഞ്ഞിരിക്കുക. അതായത് 1/4ന് ഒരു ഭാഗം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കുക? 2/3 4 പ്രാവശ്യം എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഗുണിക്കുക? 2/3ൻ്റെ ഭാഗം 3 പ്രാവശ്യം എടുക്കാൻ പറഞ്ഞാൽ 3 കൊണ്ട് ഗുണിക്കുക. 2/3 2 പ്രാവശ്യം എടുക്കാൻ പറഞ്ഞാൽ ഇതുകൊണ്ട് ഗുണിക്കുക അല്ലേ? 2 ഭാഗം എടുക്കാമെന്നും പറയും. അപ്പോൾ 2/3 ഒരു ഭാഗം എടുക്കാൻ പറഞ്ഞാൽ 1. ഇനി നമ്മൾ ഇതുപോലെ 2/3 കാൽ ഭാഗം എടുക്കാൻ പറഞ്ഞാൽ അത് കാലുകൊണ്ട് ഗുണിക്കുക അല്ലേ? 4 ഭാഗം എടുക്കാൻ പറഞ്ഞാൽ കാലുകൊണ്ട്, 4 പ്രാവശ്യം എന്ന് പറയും, 4 ഭാഗം എന്ന് പറയും, കാലുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? 2/3ൻ്റെ 4 ഭാഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? അതായത് നമ്മൾ എന്ത് ചെയ്യുക? അല്ല, എൽസിയും കണ്ട ഇതിനെന്താ? ഈ കഷ്ണത്തെ എത്ര 4 ഭാഗം എടുക്കണമെങ്കിൽ ഈ കഷ്ണങ്ങൾ എത്രയായി മുറിക്കണം നമ്മൾക്ക്? ഓരോ കഷ്ണത്തെയും 4 ഭാഗമായിട്ട് എത്ര ആയിട്ട് മുറിക്കണം? 4 ഭാഗം. ഈ കഷ്ണങ്ങളെ
4 ഭാഗം വെച്ച് ഒരു ഭാഗം എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എന്ത് ചെയ്യുക? ആദ്യത്തെ കഷ്ണം എടുക്കുക, എത്ര ഭാഗം വയ്ക്കുക? ഇത് ഇങ്ങനെ മുറിച്ചു, ഇങ്ങനെ മുറിച്ചു ആദ്യത്തേനെ. അപ്പോൾ ഒന്നാമത്തെ കഷ്ണത്തിൽ ഇതിൽ എത്ര 1/3 ഉണ്ട്? ആദ്യം ഒരു 1/3 ഉണ്ട്, പിന്നെ ഒരു 1/3 ഉണ്ട് അല്ലേ? അല്ലേ? ആദ്യത്തെ 1/3 എത്ര? വീണ്ടും 4 മുറുക്കിപ്പോൾ ഇതുപോലത്തെ എത്ര കഷ്ണം വേണം? 12. ഒരു മുഴുവനാവാൻ 12 കഷ്ണം വേണം. എന്ന് വെച്ചാൽ 4 3 12 കഷ്ണം വേണം. അതിലിപ്പോൾ എത്ര കഷ്ണം കിട്ടി? ഒരെണ്ണം മുറിച്ചപ്പോൾ 4 കഷ്ണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതും അത്ര ഇതിന് തുല്യമാണ്. 4/12 തുല്യമായിരിക്കില്ലേ? അപ്പോൾ 4/12 തുല്യമാണ്. അപ്പോൾ ഈ 2/3 ഇതിന് തുല്യമാണ് ശരിക്ക് 8 അല്ലേ? അപ്പോൾ 4/12 4 കഷ്ണം വെച്ചു അല്ലേ? നമ്മൾ 4 കഷ്ണം വെച്ചു 8/12 ആയി അല്ലേ? ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? മുറിക്കുക. ഇപ്പോൾ 8/12 ആയില്ലേ? 8/12 അല്ലേ? ഇനി എന്ത് ചെയ്യുക? അതിൽ 4 ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 8/12 4 മുറിച്ചു. എത്രയായി മുറിച്ചു? 4 മുറിച്ചപ്പോൾ 8/12 ആയി. 4 മുറിച്ചു. അപ്പോൾ 4 ഭാഗം. ഇനി ഇപ്പോൾ ഇതിന് 4 ഭാഗം. ഇനി എന്ത് ചെയ്യുക? ഇപ്പോൾ 4 ഇതിനിപ്പോൾ 4 മുറിച്ച് അതിലെത്ര ഭാഗം എടുക്കണം? അല്ലേ? 4 മുറിക്കുമ്പോൾ ഇത് 8 കഷ്ണമാവുന്നു മാത്രം അല്ലേ? 4 കഷ്ണം ഇതാക്കിയപ്പോൾ ഇത് ഈ 2/3 തന്നെയാണ് എന്ത് എടുക്കേണ്ടത്? ഇത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ എത്ര ഭാഗം എടുക്കാന്ന് വെച്ചാൽ 1/4 ഭാഗം എടുക്കുക. എത്ര ഭാഗം എടുക്കുക? 1/4. ഇപ്പം നമ്മൾ ഇത് എത്ര തന്നെയാണിത്? ഇത് 2/3 തന്നെയാണ്. ഇത് 2 എന്തുതന്നെയാണിത്? യെസ്. അല്ല, ഞാൻ പറയണത് ഇത് എത്ര തന്നെയാണ്? 2/3 തന്നെയാണിത്. അതിനെത്ര ഇൻറ്റു എത്ര ഭാഗം എടുക്കണം? അതിൻ്റെ 1/4 ഭാഗം എടുക്കണം. 1/4 ഭാഗം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ 4 ഭാഗം വെച്ച് അല്ലേ? അതിലെത്ര ഭാഗം എടുക്കുക? ഒരു ഭാഗം എടുക്കുക. അത്രയേ വരിക? 2/12. ശരിയല്ലോ? അപ്പോൾ നമ്മൾ ഇതിനെ 4 ഭാഗം, ഈ സാധനത്തെ 4 ഭാഗം വെച്ച് 3 ഭാഗം ഒരു ഭാഗം എടുക്കുമ്പോൾ എത്ര കിട്ടുന്നത്? എത്ര കിട്ടുക? 2/12. മനസ്സിലായ? രണ്ട് തരത്തിൽ ചെയ്യാം. അപ്പോൾ 12/12. അപ്പോൾ ഉത്തരത്തിൽ കിട്ടിയത് 2/12. മനസ്സിലായി? 2/12. അപ്പോൾ കഴിഞ്ഞ? ഓക്കെ. അപ്പോൾ ഒന്ന് പോസ് ചെയ്തോ.